പിന്നെ ഈ മദ്രസ കൂട്ടുമ്പോഴും സ്കൂളിൽ കൂട്ടുമ്പോഴും പിന്നെ ഈ പെരുന്നാളൊക്കെ വരുമ്പോഴല്ലേ ഈ കെട്ടിച്ചു വിട്ട പെൺമക്കൾക്ക് വീട്ടിലേക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവര് നമ്മളെ സന്തോഷത്തോടെ കാത്തിരിക്കല്ലേ ഉമ്മ ഉണ്ടാവുക. അതേപോലല്ലേ ഉമ്മ ഇപ്പൊ കാത്തിരിക്കുന്നത്. ഇക്ക നീ ഇപ്പൊ തന്നെ റെഡിയായോ? ഇക്ക ചോദിച്ചില്ലേ? ചോദിക്കാ വിടണാവൂലേ? നീ വെച്ച് രണ്ടാം പെരുന്നാളിന് പോയിട്ട് വന്നിട്ട് പിന്നെ പോണ്ട നാളെ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. സമ്മതിക്കണാവോ? ചോദിച്ചു. നിനക്കെന്താ കണ്ണ് കണ്ടില്ലേ ഞാൻ അടിച്ചു വരുന്നത്? തമാശ പറയാൻ കൂടി പറ്റില്ല നിങ്ങളോട്. പിന്നെ മനസ്സിലാക്കൊന്ന് വീട്ടിൽ പോണെന്ന്. അവള് പോയിക്കോട്ടെ. അല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് രണ്ടാം പെരുന്നാളിന് പോയിക്കോളാൻ അവളോട്. ഇന്നിപ്പോ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത്ര നാളെ പോയാൽ മതിയെന്ന്. അപ്പത്തിന് അവളെ എന്റെ ചുവട്ടിൽ കൊളുത്തി തന്നോ? അല്ല മനസ്സിലാ എന്നോട് എന്ത് ഞാൻ പറഞ്ഞേ? എനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒന്നില്ലെങ്കിൽ ഇന്ന് എന്റെ നാത്തൂനല്ലേ വരുന്നത്. അവള് കൊല്ലത്തിലൊരിക്കലാണ് വരുള്ളൂ. വരുമ്പോ എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് വരുന്നത്. അപ്പൊ വീട്ടിലുള്ള പെണ്ണുങ്ങളായ നീ അങ്ങോട്ട് പോയാലോ? ഇന്നെ കണക്കാക്കിട്ടേ പോണ്. എന്തായാലും ഇന്നത്തെ ദിവസം കൂടി ഇവിടെ നിക്ക്, നാളെ പോവാ. അപ്പൊ എന്താ വെച്ചേ, അവളും കൊല്ലത്തിലൊരിക്കലല്ലേ പോവാറുള്ളൂ. പിന്നെ അവര് വരുന്നിച്ചിട്ട് അവളധിക ദിവസം അവിടെ പോയി നിക്കണില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് അവര് വന്നോളേ. നിങ്ങൾ രണ്ടാളും എന്താ വെച്ച് തീരുമാനിക്കേ. എന്നോട് ആരും ഒന്നും ചോദിക്കാൻ നിക്കണ്ട. അല്ലടാ എന്നിട്ടിപ്പോ നീ അവളെ കൂടെ പോയിട്ട് അവളോട് താമസിക്കാനാവൂലേ? അതിനിപ്പോ എന്താ വെച്ചേ, പെണ്ണിന്റെ കൂടെ പോയി നിൽക്കൊണ്ട് എന്താ പ്രശ്നം? നിങ്ങള് പോകുമ്പോ അച്ഛനെ കൂട്ടിട്ടല്ലേ പോവാറ്, അതിനൊന്നും കുഴപ്പമില്ലല്ലേ? എടാ എന്റെ പോലെയാണോ അനക്ക്? അനക്ക് എന്തിന്റെ കുറവാ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ അന്നെ അവളെ കൊണ്ടാണ് പോവാറ്. അപ്പൊ ഈ വീട്ടിൽ ആരുള്ളത്? പാപ്പച്ചിക്ക് ഒരു തുള്ളി വെള്ളം എടുത്ത് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകണമെന്നുള്ളൂ. അനക്കിപ്പോ അവളുടെ കൂടെ പോയിട്ട് എന്തിനാ? അടിച്ചു പൊളിച്ച് ടൂർ നടക്കണം. അതിനാണ് ഇപ്പൊ ഈ അവളുടെ കൂടെ പോണത്. എന്നാ എന്റെ പെങ്ങന്മാര് വരികയാണ്, അവരെ കൂടെ കുറച്ച് ദിവസം ഇരിക്കണം, അവരുടെ കുട്ടികളുടെ കൂടെ കളിക്കണം. അങ്ങനെ ഒരു ചിന്ത അനക്കില്ല. അവളിനോട് പരാതി പറയാറുണ്ട്, ഇക്കാക വിളിക്കാറില്ല, ഒന്ന് കാണാൻ വരാറില്ല. അല്ലെങ്കിൽ ഈ പെരുന്നാളിൽ അനക്കൊന്ന് പോയി കൂട്ടിക്കൊടുന്നൂടെ? ഈ അതും ചെയ്യണില്ല. പിന്നെ എന്ത് സ്നേഹം അനക്കുള്ളത്? അൻസോ, നിനക്ക് പോണെങ്കിൽ പോയിക്കോ. ഇനി ഇമ്മിച്ചിനോട് ചോദിക്കാൻ നിൽക്കണ്ട. നിനക്കറിയണല്ലേ ഇമ്മിച്ചിയുടെ സ്വഭാവം. എനിക്കറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്നുള്ളത്. ഇതൊരു കഷ്ടം നോക്കണേ. എന്താ അൻസു നീ കാണിക്കണേ? പാത്രം കഴുകാൻ നിൽക്കുക. അപ്പൊ നീ ഇന്ന് പോണില്ലേ? ഞാൻ എങ്ങോട്ടും ഇല്ല, നിങ്ങൾ തന്നെ അങ്ങോട്ട് പോയിക്കോളി. അതിന് നീ എന്തിനാ അൻസു എന്നോട് ചൂടാവണേ? ഞാനല്ലല്ലോ നിന്നോട് പോകണ്ട പറഞ്ഞത്, മിച്ചല്ലേ. ഇനിയിപ്പൊ എന്തായാലും ഞാൻ വരുന്നില്ല. പോരെ അൻസു, നീ എവിടെ? അവിടുന്ന് വന്നിട്ട് കൂടാതിരിക്കുക. എന്താ പ്രശ്നം പറയേ? എന്തൊക്കെ ഇങ്ങനെ എന്തെന്നൊന്നും മനസ്സിലാക്കാത്ത? ഇപ്പൊ ഇങ്ങോട്ട് പെങ്ങന്മാര് വരുമ്പോ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിക്കണോ? എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല എന്റെ ഉമ്മാനും ഉപ്പാനും കാണാൻ പോകാന്ന്. അപ്പൊ അവര് വരണ്ട് പറഞ്ഞിട്ട് ഉമ്മച്ചിവിടെ കാത്തിരിക്കുന്നില്ലേ? അതേപോലെ എന്നെ അവര് കാത്തിരിക്കണ്ടാവില്ലേ? ഇക്ക എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക. നീ ഒരു കാര്യം ചെയ്യ്, ഡ്രസ്സുകളൊക്കെ എടുക്കും, ഞാൻ കൊണ്ടാക്കി തരപ്പോ നിന്നെ കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. ഒരുങ്ങി എവിടെ റബ്ബേ കുട്ടികൾ പോയിരിക്കണ? നിഷാദേടാ, ഒന്ന് വിളിച്ചോക്കടാ മോനെ കുട്ടീനെ. ഞാൻ വിളിച്ചിട്ട് എടുക്കണില്ലേ. ഇതിപ്പോ ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ട് എത്ര ദിവസമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു പെരുന്നാളാകുമ്പോ അവനാന്റെ മക്കള് വീട്ടിലടുത്തുണ്ടെങ്കിലല്ലേ നമുക്കൊരു സന്തോഷം, മനസ്സിനൊരു സമാധാനമുള്ളൂ. എവിടെ പോയിരിക്കണുള്ളത്? ഒന്ന് വിളിച്ചോക്കടാ മോനെ. ഉമ്മച്ചിയെ, ഇപ്പൊ ഉമ്മച്ചിക്ക് മനസ്സിലായില്ലേ മക്കള് വരാത്തതിന്റെ വിഷമം? ഇതേപോലെ എന്റെ ഉമ്മ ഇപ്പൊ അവിടെ കാത്തിരിക്കണ്ടാവില്ലേ എന്റെ മകൾ എന്താ വരാത്തെന്ന് വിചാരിച്ചിട്ട്?
ഇങ്ങനൊക്കെ ഒരു പെരുന്നാൾ കൂടുമ്പോഴല്ലേ ആങ്ങളമാരും അനിയത്തിമാരും താത്തമാരൊക്കെ കൂടി ഒന്ന് കൂടാൻ പറ്റുള്ളൂ. പിന്നെ ഈ മദ്രസ കൂട്ടുമ്പോഴും സ്കൂള് കൂട്ടുമ്പോഴും പിന്നെ ഈ പെരുന്നാളൊക്കെ വരുമ്പോഴല്ലേ ഈ കെട്ടിച്ചു വിട്ട പെൺമക്കൾക്ക് വീട്ടിലേക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവര് നമ്മളെ സന്തോഷത്തോടെ കാത്തിരിക്കല്ലേ അമ്മ ഉണ്ടാവുക. അതേപോലെയല്ലേ അമ്മ ഇപ്പൊ കാത്തിരിക്കുന്നത്. ഉമ്മച്ചിയെ 2 ദിവസത്തിനല്ലേ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. പണ്ട് മുതലേ ഒട്ടുമിക്ക വീടുകളിലും നടന്നു വരുന്നൊരു പ്രശ്നമാണിത്. മരുമകളെ സ്വന്തം മകളെ പോലെ കാണാതെ വേർതിരിവ് കാണിക്കുന്നു.